ഹായ്, 2 ദിവസമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി എല്ലാ റെക്കമെൻഡേഷൻസ് ആയിട്ട് എത്തിക്കാൻ വേണ്ടി ഇങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമകളൊക്കെ തപ്പി ഒരുപാട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒന്നും തന്നെ കാര്യമായിട്ട് അങ്ങ് പിടിച്ചില്ല, ദഹിച്ചില്ല എന്നുള്ളതാണ് വസ്തുത. അതിലും 2 ഹിന്ദി സിനിമകൾ കണ്ടത് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. എന്നാൽ ഒരു പക്ക റെക്കമെൻഡേഷനായിട്ട് ചെയ്യാൻ തോന്നിയില്ല. സിനിമകളുടെ പേരെന്നുള്ളത് റൗത്തുക റാസ്, നവാസുദ്ദീൻ സിദ്ദീഖിൻ്റെ റൗത്തുക റാസും അതുപോലെ തന്നെ നമ്മളുടെ മനോജ് ബാജ്പേയിയുടെ ആ സൈലൻസ് 2 എന്ന് പറയുന്ന സിനിമയൊക്കെയാണ്. കണ്ടിപ്പോൾ ഓക്കെ ഫിലിംസ് ആണ്, എന്നാൽ ഒരു റെക്കമെൻഡേഷനായിട്ട് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് എന്തായാലും ഈ 2 സിനിമകളുടെ റിവ്യൂ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ സിനിമയെ പറ്റി എന്താണ് എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. റിവ്യൂ ആയിട്ട് ചെയ്യാം ഈ 2 സിനിമകളുടെ റിവ്യൂസ് എന്നുള്ളത്. എന്തായാലും അങ്ങനെ ഞാൻ പറഞ്ഞു, എല്ലാ സിനിമകളും കണ്ടു. ഇതൊന്നുമല്ല, കുറച്ചുകൂടി സിനിമകൾ കണ്ടിരുന്നു. ബാക്കിയൊന്നും തന്നെ ഒട്ടും ദഹിച്ചില്ല എന്നുള്ളതാണ് അവസ്ഥ. എന്തായാലും ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമകളെ നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് മനസ്സിൽ ചിന്തിച്ചതുകൊണ്ട് തന്നെ ഞാൻ കണ്ട ഒരു 3 സിനിമകളെ പരിചയപ്പെടുത്താം. 3ഉം അത്യാവശ്യം വ്യത്യസ്ത സ്വഭാവങ്ങളിലുള്ള സിനിമകളാണ്. കൂടാതെ ഈ സിനിമകളിലെല്ലാം തന്നെ സൈക്കോ, സീരിയൽ കില്ലറൊക്കെ ഉണ്ടാവും. അത്തരത്തിലുള്ള 3 സിനിമകളാണ്. എന്തായാലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 3ാം സ്ഥാനത്തുള്ളത് ഒരു ജർമ്മൻ സിനിമയാണ്. സിനിമയുടെ പേര് എന്നുള്ളത് ദ സൈലൻസ് എന്നുള്ളതാണ്. സിനിമ 2010 പുറത്തിറങ്ങിയിട്ടുള്ളത്. എംസോണിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു സിനിമ കൂടിയാണ്. 561 എന്നുള്ളതാണ് പരിഭാഷാ നമ്പർ എന്നുള്ളത്. പിന്നെ ഞാൻ പറയട്ടെ, ഈ 3 സിനിമകളുടെയും ഡീറ്റെയിൽ റിവ്യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കാര്യമായിട്ട് അങ്ങോട്ട് ലെങ്തി ആയിട്ടുള്ള റിവ്യൂ അല്ല ഇവിടെ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി ചെയ്ത ആ റിവ്യൂസിൻ്റെ ലിങ്ക് എല്ലാം കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. എന്തായാലും ഈ സിനിമയുടെ ഒരു പ്രമേയം എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. ഈ സിനിമയുടെ കഥ എന്നുള്ളത്, സിനിമ ആരംഭിക്കുന്നത് ഏകദേശം 1986 കാലഘട്ടത്തിൽ നിന്നാണ്. ആ ഒരു ടൈമിൽ പിയ എന്ന് പറയുന്ന ഒരു 11 വയസ്സുകാരി കാണാതെ കാണും. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പോലീസുകാർക്ക് മനസ്സിലായി ഈ പെൺകുട്ടി എന്നുള്ളത് ഒരു റേപ്പ് ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ ആ ഒരു മിസ്സായതിൻ്റെ തൊട്ടടുത്തൊരു പുൽപ്പാടമുണ്ട്, അവിടെ വെച്ച് റേപ്പ് ചെയ്ത് കൊല ചെയ്തു എന്നുള്ള കാര്യം അധികാരികൾക്ക് മനസ്സിലായി. എന്നാൽ ആരാണ് കൊല ചെയ്തതെന്നൊന്നും മനസ്സിലായില്ല. പിന്നീട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും തൊട്ടടുത്തുള്ള തടാകത്തിൽ ബോഡി പൊങ്ങി. എന്നാൽ ഞാൻ പറഞ്ഞു, ഇത് സംഭവിക്കുന്ന 1986 അങ്ങനെ ആ ഒരു ടൈമിൽ ഈ ഒരു കില്ലർ ആരാണ്, അല്ലെങ്കിൽ ഈ റേപ്പ് ചെയ്ത് ആരാണെന്നൊന്നും മനസ്സിലായില്ല. അങ്ങനെ 23 വർഷങ്ങൾക്ക് ശേഷം സെയിം പാറ്റേണിൽ വേറെ ഒരു ക്രൈമും കൂടെ നടക്കുകയാണ്. അപ്പോൾ പോലീസുകാർക്ക് ഒരു ഡൗട്ട് വന്നു, അല്ലെങ്കിൽ പോലീസുകാർക്ക് മനസ്സിലായി അന്നത്തെ കില്ലർ തന്നെയാണ്. ആ സെയിം പാറ്റേൺ ആണ് ഈ ഒരു 23 വർഷത്തിന് ശേഷം നടന്നിരിക്കുന്നത്. അപ്പോൾ ഇത് അതേ കില്ലർ തന്നെയാണ്. അങ്ങനെ ഈ കില്ലർ ആരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നടത്തുന്ന ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ളതാണ് സിനിമയുടെ പ്രമേയം എന്നുള്ളത്. ഈ സിനിമ എന്നുള്ളത് കാര്യമായിട്ട് വലിയ സസ്പെൻസ്ഫുൾ ആയിട്ട് അവിടെ ഇവിടങ്ങളും കൊണ്ട് തീപ്പൊരു ടിസ്റ്റ് ഒന്നും വെക്കുന്ന തരത്തിലുള്ള സിനിമയല്ല. ഇതിനുള്ളിൽ നല്ല ഇമോഷൻസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സിനിമയാണെന്ന് പറയാൻ സാധിക്കും. കൂടാതെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്നുള്ളത്, ഞാൻ പറഞ്ഞില്ലേ, ആദ്യ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ 1986 ഒരു ക്രൈം നടക്കുന്നത് കാണിക്കുന്നു. ആ ടൈമിൽ ആരാണ് ഈ ക്രൈം ചെയ്തതെന്ന് നമ്മളെ കാണിച്ചു തരുന്നുണ്ട്, പ്രേക്ഷകരെ കാണിച്ചു തരുന്നുണ്ട്. അധികാരികൾക്ക് മാത്രമേ അറിയാത്തുള്ളൂ. ശേഷം 23 വർഷങ്ങൾക്ക് ശേഷം ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ ഈ കൊലയാളിയെ അല്ലെങ്കിൽ ഈ ക്രിമിനലിനെ കണ്ടുപിടിക്കാൻ വേണ്ടി അന്വേഷണം നടത്തുകയാണ്. അപ്പോൾ നമുക്ക് ആരാണ് ക്രിമിനൽ എന്ന് മനസ്സിലാവും. എങ്കിലും നമുക്ക് ഇത് തന്നെയാണോ, ഇയാൾ തന്നെയാണോ എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മനസ്സിലുണ്ടാവും. അതൊക്കെയാണ് ഈ ഒരു ചിത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത്. എന്തായാലും നിങ്ങൾ കണ്ടു നോക്കുക. കാരണം ഇതിൻ്റെ അകത്ത് ഒരുപാട് ഇമോഷൻസ് ഉണ്ട്. അതായത് ഈ സിനിമയുടെ കഥയ്ക്കുള്ളിൽ ഇമോഷൻസ് ഉണ്ട്, പ്രകടനങ്ങളിൽ ഇമോഷൻസ് ഉണ്ട്. അങ്ങനെയുള്ള ഒരു സിനിമ തന്നെയാണ്. ഈ സിനിമയൊക്കെ കണ്ടു തീർത്ത് കഴിയുമ്പോഴത്തേക്കും ഒരു ലൈറ്റ് ആയിട്ടുള്ള നമ്മുടെ മെമ്മറീസ് ഓഫ് മർഡറൊക്കെ ഇല്ലേ, കൊറിയൻ സിനിമ, അതൊക്കെ കാണുന്ന ഒരു വൈബ് ചെറുതായിട്ട് തരുന്ന തരത്തിലുള്ള ഒരു സിനിമയാണ്. തീർച്ചയായിട്ടും കാണാത്തവർ കണ്ടു നോക്കുക. എന്തായാലും ഇതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിരിക്കുന്നതായിരിക്കും. പിന്നെ ഈ ഒരു സിനിമ ഫാമിലി ആയിട്ടിരുന്ന് കാണാൻ പറ്റില്ല. അതിൻ്റെ 80+ കണ്ടന്റ് ഒക്കെ ഉണ്ട്. അത്യാവശ്യം സെക്ഷുവൽ കണ്ടന്റ് ഒക്കെ ഉണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ കഥാപരിസരം. ഓക്കെ, ഇനി നമുക്ക് നോക്കാം 2ാം സ്ഥാനത്തുള്ള ചിത്രം ഏതെന്ന്. 2023 ഒരു ഹോളിവുഡ് ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയായി വന്നിട്ടുണ്ടായിരുന്ന ടു ക്യാച്ച് എ കില്ലർ എന്ന് പറയുന്ന സിനിമയെ പറ്റിയാണ്, അല്ലെങ്കിൽ സിനിമയാണ് നമ്മൾ ലിസ്റ്റിൽ 2ാം സ്ഥാനത്ത് ഉൾക്കൊള്ളിക്കുന്നത്. സിനിമയുടെ ഒരു പ്രമേയം എന്ന് പറയാൻ സാധിക്കുന്നത്, ഒരു കില്ലർ, ഒരു സൈക്കോ എന്നൊക്കെ കൂട്ടിക്കോ, നിഷ്കരണം അല്ലെങ്കിൽ ഒരൊറ്റയടിക്ക് ഒരു 29 പേരെ അങ്ങ് കൊല്ലുകയാണ്. ശേഷം ഈ കില്ലറെ പിടിക്കാൻ വേണ്ടി FBI നടത്തുന്ന ഒരു അന്വേഷണം എന്നുള്ളതാണ് ഏകദേശം ഒരു പ്രമേയം എന്നുള്ളത്. ഈ സിനിമയെ പറ്റി പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ ആ ഒരു തിരക്കഥയെ പറ്റിയും ഇതിൻ്റെ ഡയറക്ഷനെ പറ്റിയൊക്കെയാണ് ആദ്യമേ പറയേണ്ടത്, അത് മേക്കിങ്ങിനെ പറ്റിയൊക്കെ. ഇപ്പോൾ ഇതിൻ്റെ തിരക്കഥ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു കഥയ്ക്കുള്ളിൽ ഞാൻ പറഞ്ഞല്ലോ, എന്തായാലും ഒരു കില്ലറുണ്ട്. ആ കില്ലറെ ബിൽഡ് ചെയ്തൊക്കെ എടുത്തത് മഹാസംഭവമായിട്ട്, അത് ഒരു ടെറിഫിക് ആയിട്ടുള്ള ഒരു വില്ലനെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സിനിമയ്ക്കുള്ളിൽ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതാണ് വലിയൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള പോയിന്റ് എന്നുള്ളത്. കൂടാതെ ഇതിനകത്ത് കുറച്ച് താരങ്ങളുണ്ട്. അത് നായിക, അതുപോലെ തന്നെ FBI ഒരു ലീഡിംഗ് ആയിട്ടുള്ള ഒരു ഓഫീസർ, ഇവരുടെയൊക്കെ പെർഫോമൻസ് കണ്ടുകൊണ്ടിരിക്കാനും കിഡിലിനായിരുന്നു എന്ന് പറയാൻ സാധിക്കും. കൂടാതെ ആ ക്ലൈമാക്സോട് എടുക്കുമ്പോഴാണ് നമ്മൾ ഈ കില്ലറുടെ ആ ഒരു സീക്വൻസിലേക്കൊക്കെ കൂടുതലായിട്ട് എത്തുന്നത്. ആ ഒരു ടൈമിൽ അദ്ദേഹത്തിൻ്റെ
പ്രകടനമായിട്ട് ഇതൊക്കെ കൊണ്ട് പ്രകടനം കൊണ്ട് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ഇമ്പ്രസ് ചെയ്യിക്കുന്ന ഒരു സിനിമ എന്ന് പറയാൻ സാധിക്കും. കൂടുതൽ എടുത്ത് പറയണമുണ്ടല്ലോ, ഈ സിനിമ നിങ്ങൾ കാണുമ്പോഴത്തേക്കും മസ്റ്റായിട്ട് ഒരു ഹോം തിയേറ്റർ അല്ലെങ്കിൽ ഒരു ഹെഡ്സെറ്റ് മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. കാരണം ടെക്നിക്കലി അത്യാവശ്യം ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. അത് നിങ്ങൾക്ക് ആദ്യത്തെ 15 മിനിറ്റ് കൊണ്ട് മനസ്സിലാവും. 15 മിനിറ്റ് കൊണ്ട് നിങ്ങളെ വണ്ടർ അടിപ്പിക്കുമെന്ന് ഞാൻ ഉറപ്പ് പറയണം. അത്രയും സ്റ്റണ്ണിങ് ആയിട്ടുള്ള ഒരു മേക്കിംഗ് നടത്തിയിട്ടുള്ള ഒരു കൊമേഴ്ഷ്യൽ പാക്കിന് മേക്കിംഗ് നടത്തിയിട്ടുള്ള ഒരു ചിത്രം കൂടിയാണ്. കൂടാതെ അത്യാവശ്യം സസ്പെൻസ്ഫുള്ളും ആണ് സിനിമ. അത് വലിയ മാരക സസ്പെൻസ് ആണെന്ന് പറയാൻ സാധിക്കില്ല, എന്നാലും നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു സസ്പെൻസ് ഫീലൊക്കെ തരുന്ന ഒരു ചിത്രം കൂടിയാണ്. തീർച്ചയായിട്ടും എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ചിത്രം തന്നെയാണ്. പിന്നെ ഈ ഒരു സിനിമ ഫാമിലി ആയിട്ടിരുന്ന് കാണാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യമായിട്ട് അങ്ങോട്ട് ന്യൂഡിറ്റി അല്ലെങ്കിൽ അഡൽ കണ്ടന്റ് ആണെന്ന് പറയാൻ സാധിക്കില്ല, എന്നാൽ ചെറിയൊരു സെമി ന്യൂഡിറ്റി ഒക്കെ ഈ ഒരു സിനിമയ്ക്കുള്ളിലുണ്ട്. സോ നിങ്ങൾ ആദ്യം തന്നെ ഇരുന്ന് കാണുക, എന്നിട്ട് വേണോ വേണ്ടോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. അത്തരത്തിലുള്ള സിനിമയാണ്. ഈ സിനിമ എവിടെയും പരിഭാഷ ചെയ്തിട്ട് എനിക്കറിയില്ല. ഞാൻ അന്ന് നോർമൽ സബ് ടൈറ്റിലൊക്കെ ഉപയോഗിച്ച് കണ്ട സിനിമയാണ്. ഞാൻ എന്തായാലും ടെലിഗ്രാമിൽ കൊടുത്തേക്കാം ആ സബ് ടൈറ്റിലും എല്ലാം തന്നെ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ആ ഒരു 1ാം സ്ഥാനത്തുള്ള ചിത്രം ഏതെന്ന്. കാണുന്ന പ്രേക്ഷകർക്ക് ഒരു യൂണീക്ക് എക്സ്പീരിയൻസ് നൽകുന്ന എനിക്ക് 100% ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്ന ഒരു ഹോങ്കോങ് സിനിമയെ പറ്റിയാണ് നമ്മൾ ഇപ്പോൾ സംസാരിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ 1ാം സ്ഥാനത്ത് വെക്കാൻ പോകുന്ന 2021 പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ലിംബോ. എന്താണ് സിനിമയുടെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് പറയേണ്ടിയിരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം ഓളവും തീരവും കണ്ടു. അതിൻ്റെ ഏറ്റവും വലിയൊരു സവിശേഷത തന്നെയാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമാണെന്നുള്ളതല്ലേ. ഇതും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് കേട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ഒന്ന് കണ്ടു നോക്കുക. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ പറയും ഇതാണ് ഈ സിനിമയ്ക്ക് വേണ്ടത്. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നുള്ളത് തന്നെയാണ് സിനിമയുടെ ഏറ്റവും ഒരു സ്ട്രെങ്ത് ആയിട്ടുള്ള കാര്യം. അതിനെപ്പറ്റി ആദ്യം ഒന്ന് പറയട്ടെ. അതായത് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൊടുത്തിരിക്കുന്നതിനുള്ളൊരു കാരണം എന്നുള്ളത് സിനിമയുടെ കഥാപരിസരത്തിലാകട്ടെ മൊത്തത്തിലുള്ള കഥാപാത്രങ്ങളിലാകട്ടെ എല്ലാത്തിലും ഒരു ഡാർക്ക് ഷെയ്ഡ് ഉണ്ട്. ഓക്കെ, അതായത് നിസ്സാരം പറയുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് എല്ലാ കഥാപാത്രങ്ങൾക്കും നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ട്. ഒരു നല്ലവനായിട്ടുള്ള ഉണ്ണിയെ നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കില്ല. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഫിലിമാണ്. അതിന് ആക്യുറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ അത് നല്ലൊരു മാച്ചാകുന്ന രീതിയിലാണ് ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാഴ്ചകളൊക്കെ നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിലെ ഒരു കഥ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സൈക്കോ കില്ലർ, ആ കില്ലർ എന്നുള്ളത് പെൺകുട്ടികളെയൊക്കെ തേടി പിടിച്ചിട്ട് കൈപ്പത്തി അങ്ങ് വിട്ടും, എന്നിട്ട് മാലിന്യ കൂമ്പാരത്തിലൊക്കെ കൊണ്ടിടും. പിന്നീട് ആ ഒരു കൈപ്പത്തി വെട്ടിയ ബോഡിയും അവിടെ ഇവിടങ്ങളിലൊക്കെ ആയിട്ട് കൊണ്ട് ഇങ്ങനെ ഉപേക്ഷിക്കും. അങ്ങനെ പോലീസുകാർക്ക് തലവേദനയായിട്ട് നിൽക്കുകയാണ് ഈ സൈക്കോ എന്നുള്ളത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ തുടർ ക്രൈമുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇദ്ദേഹത്തെ പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് സിനിമ എന്നുള്ളത് ഞാൻ പറഞ്ഞു. സിനിമയുടെ തിരക്കഥയാകട്ടെ അത് നല്ല രസമാണ്. നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പ്രത്യേക ഒരു വൈബ് എന്നൊക്കെ പറയില്ല, വൈബ് മൂടെന്നൊക്കെ. അത് എനിക്ക് തോന്നുന്നു ഒരു മഴയത്തൊക്കെ നല്ല ഇടിവെട്ട് മഴയൊക്കെ ഉള്ള സമയത്ത് ഒരു അത്യാവശ്യം ഹെഡ്സെറ്റ് ഹോം തിയേറ്ററിലൊക്കെ ഇരുന്ന് കാണുകയാണെങ്കിൽ വേറെ ലെവൽ എക്സ്പീരിയൻസ് നൽകുന്ന ഒരു സിനിമ തന്നെയായിരിക്കും. നല്ല രസമാണ് കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും. നമുക്ക് ഇങ്ങനെ ഇഴുകിച്ചേരുന്നത് ഒരു നിമിഷം പോലും ബോറടി ഇല്ലാതെ ഇങ്ങനെ നമ്മൾ സൂക്ഷ്മമായിട്ട് നോക്കിയിരുന്ന് കാണുന്ന തരത്തിലുള്ള ഒരു ചിത്രം തന്നെയാണെന്ന് പറയാൻ സാധിക്കും. ഇതിൻ്റെ തിരക്കഥയാകട്ടെ മേക്കിംഗ് ആകട്ടെ പ്രകടനങ്ങളാകട്ടെ ഇതൊക്കെ തന്നെ മികച്ചു നിൽക്കുന്ന ഒരു സംഭവം എന്ന് പറയാൻ സാധിക്കും ഈ ഒരു സിനിമയെ പറ്റി. അത് സത്യം പറഞ്ഞാൽ ഈ സിനിമ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും തുടക്കത്തിൽ ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് സിനിമയാണെന്നങ്ങ് മറന്നുപോകും. അതാണ് സിനിമയുടെ മൊത്തത്തിലുള്ള ഒരു സവിശേഷതയല്ലേ. ടോട്ടാലിറ്റിയെ പറ്റി പറയേണ്ടത് നമുക്ക് അത്രയും റിയലിസ്റ്റിക് ആയിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് അത്രയും റിയലിസ്റ്റിക് ആയിട്ട് തോന്നും. ആ ഒരു അവതരണം അല്ലെങ്കിൽ ആ കഥയുടെ അവതരണമായിട്ട് ആ ഒരു മേക്കിംഗ് ആയിട്ട് അതൊക്കെ അങ്ങനെ നമുക്ക് തോന്നും. അങ്ങനെയുള്ള ഒരു സിനിമയാണ്. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഒരു ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ ഇതിൻ്റെയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ ഈ ഒരു സിനിമയും ഫാമിലി ആയിട്ടിരുന്ന് കാണാൻ പറ്റില്ല. ന്യൂഡിറ്റിയും കാര്യങ്ങളൊക്കെ ഈ ഒരു സിനിമയ്ക്കുള്ളിലുണ്ടാകും. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഈ 3 സിനിമകളും കണ്ടു നോക്കുക. അത്യാവശ്യം നിങ്ങൾക്ക് ത്രില്ലൊക്കെ അടിച്ചിരുന്ന് കാണാൻ സാധിക്കുന്ന ഇൻവെസ്റ്റിഗേഷൻ ഫിലിംസ് തന്നെയാണ്. എന്തായാലും ഇതൊക്കെയാണ് 3 സിനിമകൾ എന്നുള്ളത്. പിന്നെ ഏതെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് അല്ലെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ആ കണ്ട സിനിമകളെ പറ്റി ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ കാണാത്തതാണെന്നുണ്ടെങ്കിൽ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട റെക്കമെൻഡേഷനായിട്ട് വരാം. ഓക്കെ, അപ്പോൾ 3 സിനിമകൾ ഇതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു സിനിമയുടെ റിവ്യൂ ആയിട്ടാണ്. ടാറ്റ.